നമസ്കാരം. ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മളോട് ഈ നമ്മുടെ മുരുക ഭക്തരായ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, രജിത് ജി എന്താണ് കൊണ്ടുവരാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. ഭഗവാൻ തീരുമാനിക്കുന്നു, നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഏതായാലും കുംഭമേള കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കുംഭമേള എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു വലിയ വിസ്മയം പോലെ കുംഭമേള, മഹാകുംഭമേള കഴിഞ്ഞു. ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് പതിവിൽ നിന്ന് വിഭിന്നമായി ഒരുപാട് ആളുകൾ, മലയാളികൾ കുംഭമേളയ്ക്ക് പോയി. അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഇപ്പോഴും ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ LMRK എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്, നമ്മൾ മുരുക ഭക്തരുടെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയേണ്ട ഒരു ഒത്തുചേരൽ ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ മഹാകുംഭമേളയിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതൊരു സന്തോഷമാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ്. ആ കുംഭമേളയുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. എങ്ങനെയായിരുന്നു നമ്മൾ ഈ കുംഭമേളയ്ക്ക് LMRKക്ക് ഒരു അവസരം, ഒരു വേദി ഉണ്ടായത് എങ്ങനെയാണ്? ശരിക്കും അത്ഭുത പറഞ്ഞു തുടങ്ങി. അത് മുരുകവാൻ തന്നെ കൈപിടിച്ചുകൊണ്ട് പോയി നടത്തിച്ച പോലെ. കാരണം ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കുംഭമേളയ്ക്ക് പോകാനുള്ള പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഡിസംബർ 13 അങ്ങ് വന്ന നമ്മൾ സംസാരിക്കുമ്പോഴും അന്ന് ഐഡിയ ഇല്ല. അല്ല 13 അത് കഴിഞ്ഞ് ഒരു പ്രോഗ്രാം, വലിയൊരു പ്രോഗ്രാം കഴിഞ്ഞിരിക്കുക. പിന്നെ പെട്ടെന്നൊരു യാത്ര വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉജ്ജയിൻ അസ്ത ഗുരുക്കൽ, അവിടെയാണ് നമ്മുടെ ഫ്ലാഗ് വെച്ചിരിക്കുന്നത്. ഉജ്ജയിൻ വലിയൊരു ഫ്ലാഗ് 40 അടി. അവരെ വിളിച്ചിട്ട് പറയാണ്, ഞങ്ങൾക്ക് ടെന്റ് ഉണ്ട് അവിടെ. അപ്പൊ അവർക്ക് അവിടുത്തെ മധ്യപ്രദേശ് ഗവൺമെന്റ് ഇതൊക്കെ കണക്ഷനിൽ ടെന്റ് ഉണ്ട്. അത് 3-4 ദിവസത്തേക്ക് LMRKക്ക് തരാം. ഇങ്ങോട്ട് വിളിച്ചു പറയാം. ശരിക്കും ഒരു ടെന്റ് കിട്ടണമെങ്കിൽ എത്രയോ എഴുത്തുകുത്തുകൾ കഴിഞ്ഞിട്ടാണ് ഒരു ഗവൺമെന്റ് സ്ഥലം കൊടുക്കുക. അത് പാരമ്പര്യമായിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. ഇത് നമ്മളെ എങ്ങോട്ട് വിളിച്ച് പറയണം, 4 ദിവസം ഞങ്ങൾ ഈ ടെന്റ് തരാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ നോക്കി ടിക്കറ്റിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി. ഫ്ലൈറ്റിനൊക്കെ കാരണം വളരെ വൈകിട്ടായിരുന്നു ഈ വിളി വന്നത്. ട്രെയിനിന് ഇല്ല, ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര ചാർജ്. ഒരു 10-50 പേരൊക്കെ വരികയായിരിക്കും. ശരി, ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് വെറുതെ ഗ്രൂപ്പിലിട്ടു. അത് മറ്റേ അവർ വിളിച്ചിട്ട് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ പറഞ്ഞു 100-150 പേർക്ക് ഇതുണ്ട്, താല്പര്യമുള്ളവർ പറഞ്ഞു. അരമണിക്കൂർ 150 ഫില്ലായി. അപ്പൊ എനിക്ക് തോന്നി, ഇത് ആൾക്കാർ അത്രയും ആകാംക്ഷയിലും ആവേശത്തിലും നിൽക്കുന്നുണ്ട്. ആ ഒരു വൈബ് വന്നിട്ടുണ്ട് കേരളത്തിൽ. അപ്പോ നമുക്ക് പറ്റാവുന്ന ആൾക്കാർക്കുള്ള ഒരു അവസരം കൊടുക്കുന്നത് നമ്മുടെ ചുമതലയാണ്. ഞാൻ ആളെ വിളിച്ച് ചോദിച്ചു, നമുക്ക് അവിടെ എങ്ങനെ സൗകര്യം? അവർ നമ്മുടെ സൗകര്യമൊക്കെ സാധാരണ സൗകര്യങ്ങളാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാത്റൂമൊക്കെ തുണി കെട്ടി അല്ല അങ്ങനത്തെയാണ്. പക്ഷെ ഹൈ ലെവലിന് അങ്ങേക്കറിയാലോ, 10,000-15,000 പെർ ഡേ റേറ്റ് ആണ്. ഇത് നമ്മൾ ഫ്രീ ആയിട്ടാണ്. അങ്ങനെ അത് പോരാ, നമ്മുടെ ആൾക്കാർക്ക് അത് പോരാ, കുറച്ചും കൂടി സൗകര്യങ്ങൾ കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആള് വീണ്ടും വിളിച്ചു, നമുക്ക് വേറൊരു ടെന്റ് തരാന്ന് പറഞ്ഞിട്ട്, കുറച്ചും കൂടി ഭയങ്കര സൗകര്യങ്ങളുള്ളത് അത് തരാം. അപ്പൊ അവിടെ ആണെങ്കിൽ ഒരു 700-750 പേർക്ക് താമസിക്കാൻ പറ്റും. അപ്പൊ വീണ്ടും ഞാൻ ഗ്രൂപ്പിലിട്ടു, ഒരു 750 പേർക്ക് നിൽക്കാൻ പറ്റും, പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യണവർക്ക് നോക്കാം. ഒരു മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാവരും അതായത് അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇത്രയും കാശ് കൊടുത്തിട്ട് വേണം ട്രെയിനിലെ ഫ്ലൈറ്റ് പോകണം. അവിടെ ഇറങ്ങിയിട്ട് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ നടന്ന ആൾക്കാർ എന്നിട്ടും ആൾക്കാർ 2 മണിക്കൂറിന്റെ തീരുമാനം എടുക്കുകയാണ് പോവാന്നുള്ളത്. അത് നമ്മളോടൊരു വിശ്വാസതയാണ്, എല്ലാവർക്കും വിശ്വാസത. അപ്പൊ അവരെ നിരാശപ്പെടുത്തരുത്. അപ്പൊ അവർക്ക് ഒന്നും കൂടി സൗകര്യങ്ങൾ കൊടുക്കണമെന്നൊരു തീരുമാനമാണ്. അപ്പൊ നോക്കുമ്പോ ടെന്റിന്റെ ഉള്ളിലൊക്കെ ഗംഭീര ഇതുണ്ട്. എന്നോട് അവിടെ പോയ ചില ആൾ പറഞ്ഞു, നമ്മുടെ ടെന്റിലൊക്കെ ഗംഭീര സൗകര്യങ്ങളായിരുന്നു, നല്ല മുറിയല്ല, ടെന്റിലാണ് ആൾക്ക് കിടക്കാൻ ഒരു ക്ലാസ് സംവിധാനങ്ങളാണ്, ടോയ്ലറ്റ്സ് ഒക്കെയാണ് വളരെ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു എന്ന് പോയ ചിലർ എന്നോട് വിളിച്ചു പറഞ്ഞു. അതിനൊക്കെ ഈ ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞത് എന്താ അറിയാം, നമ്മള് അവിടെ ടോയ്ലറ്റ് ഈ പറഞ്ഞ സൗകര്യമുള്ളൂ, നമ്മളത് മാറ്റി ഫുള്ള് നല്ല ടോയ്ലറ്റ് അവിടെ കിട്ടാനില്ല. നമ്മൾ ഏർപ്പാടാക്കിയത് നമ്മള് പ്രയാഗ്രാജിൽ കിട്ടാനില്ല. കാൺപൂരിൽ പോയിട്ട് നമ്മള് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ലോറിയിൽ കൊണ്ടുവന്നു. പക്ഷെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരുന്നു എത്തിക്കാന്നുള്ളത്. കാരണം ഓട്ടോറിക്ഷ വരെ കടത്തിവിടാത്ത സ്ഥലത്ത് ഈ വലിയ ലോറി അങ്ങനെ കടത്തിവിടുന്നുള്ളത്. പിന്നെ നമ്മൾ ഒരു പരിചയമില്ലാത്തവിടെ ഈ കാശ് കൊടുത്തിട്ട് കൊണ്ടുവരണേ, അവര് വന്നില്ല. അവിടെ പോയി ചോദിക്കുക. അപ്പൊ നമ്മളൊരാളെ വിട്ടു, നമ്മുടെ മെമ്പർ പോയി അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച്, അവിടെ ഒരു മിലിറ്ററിന്ന് റിട്ടയർ ചെയ്ത ആളാ. അപ്പൊ ആളതിൻ്റെ ഒരു വിനോദം എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നെ ഒരു ജനാർദ്ദനം പോയി അതൊക്കെ കാൺപൂരെ ഏൽപ്പിച്ചു. ഇവിടുത്തെ സൗകര്യങ്ങൾ റൂമിൽ 10 പേർക്ക് വെച്ചിട്ട് കട്ടിലിട്ടു ലേഡീസിന് വിത്ത് ബാത്റൂമുള്ള സൗകര്യം കൊടുത്തു.
അപ്പൊ പിന്നെ അടുത്തൊരു വിഷയം എന്താ വെച്ചാൽ ബാക്കിയുള്ള അവിടെയൊക്കെ വെള്ളം പിടിച്ചോണ്ട് വരണം ബാത്റൂമിലേക്ക്. നമുക്ക് അതുപോലെ ഉള്ളിൽ വെള്ളം വരണം എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേറെ ഒന്നുമില്ല, മോട്ടർ മേടിക്കണം, മുകളിൽ ടാങ്ക് ഫിറ്റ് ചെയ്യണം, എന്നാ നടക്കും. അതും ചെയ്ത് ഫുൾ വിത്ത് ബാത്റൂമുള്ള ഫെസിലിറ്റീസ് നമ്മൾ ലേഡീസിന് കൊടുക്കാൻ പറ്റി. ബാക്കി ജെന്റ്സിന് നല്ല കടക്കയും കാര്യങ്ങളൊക്കെ അവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുത്തു. അതായത് 10,000 രൂപ പുറത്ത് കൊടുക്കണ ഒരാൾക്ക് മേടിക്കണ സാധനം നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് 700-750 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് എന്നോട് സംസാരിച്ചപ്പോൾ വന്നവർ സംസാരിച്ചു. അതായത് ഒരു ഭക്ഷണം നല്ല ഭക്ഷണം രാജസ്ഥാനിൽ കുക്കിനെ ഏർപ്പാടാക്കിയിട്ട് ഭക്ഷണം വെച്ചു. ഒരാൾ പുറത്ത് താമസിക്കണമെങ്കിൽ 10,000 രൂപ വേണമെങ്കിലും മിനിമം കൊടുക്കേണ്ട സാധനം നമ്മൾ ഫ്രീ ആയിട്ട് 700-750 പേർക്ക് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ. അസ്താഗുരുക്കളുടെ എല്ലാ കുട്ടികളുടെ അവിടെ വേദം പഠിക്കുന്ന കുട്ടികളുടെ അവർ ഫുൾ സർവീസ് തയ്യാറായി വന്നു. ഇതൊന്നും നമ്മുടെ കഴിവല്ല, ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചെന്ന സൗകര്യങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് നമുക്ക് ഒരുക്കാൻ പറ്റും. അവിടെ വന്നെല്ലാവരും ഞെട്ടി. ഈ സൗകര്യം ആരും ആ സ്ഥലത്ത് വളരെ പരിമിതമായ സൗകര്യങ്ങൾ കിട്ടുന്ന ഭക്ഷണം കഴിയണമെന്നൊക്കെ കരുതിയാണ് ആളുകൾ വരുന്നത്. അവരൊരു 5 സ്റ്റാർ ഫെസിലിറ്റീസ് നമ്മൾ കണ്ട് അവർ വന്നവരെല്ലാവരും ഞെട്ടി. ഭക്ഷണമൊക്കെ ഗംഭീര ഭക്ഷണം, എല്ലാം പൂജ എല്ലാം കൊണ്ട് ഗംഭീരമായിട്ട് നടന്നു. അത് മാത്രമല്ല, നമ്മുടെ അവിടെ ഒരു മുരുക പൂജ നടത്തുമ്പോൾ നമ്മുടെ സ്വാമി ആനന്ദവനം അദ്ദേഹം വന്നു. അല്ല, അത് പറയുമ്പോഴാണ് ഓർക്കുന്നത്, നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ഇത്രയേറെ ആളുകൾ കുംഭമേളയ്ക്ക് പോകാനായിട്ട് വലിയ പ്രചാരം ഹൈന്ദവ സംഘടനകൾ നടത്തിയിട്ടുണ്ട്, സർക്കാർ നടത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ഏതാണ്ട് ഒരു 7 മാസം മുമ്പ് കുംഭമേള എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊരു എളിയ പങ്ക് നമ്മളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി ഇവിടെ വന്നിട്ട് കുംഭമേളയ്ക്ക് ഉണ്ട് 6-7 മാസങ്ങൾക്ക് മുമ്പ് എന്താണ് കുംഭമേള, എങ്ങനെ പോകാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തു. ആ വീഡിയോ ഇല്ലാതെ വൈറലായി. എനിക്ക് തോന്നുന്ന കുറേ ആളുകളെ കുംഭമേളയ്ക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ഒരു വീഡിയോകളും സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും. കാരണം അദ്ദേഹം മഹാമണ്ഡലത്തിലായിട്ടില്ല, അതിനുശേഷമാണ് അദ്ദേഹം ആവണത്. അപ്പൊ അദ്ദേഹം നമ്മുടെ പരിപാടിക്ക് മോഹൻജി വന്നു. അപ്പൊ പ്രത്യേകിച്ച് കുംഭമേളയെ കുറിച്ച് ഒരുപാട് അറിവുള്ള ആളാണ് മഹാമണ്ഡലേശ്വരി. അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടിയത് കേരളത്തിൽ വലിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. അപ്പോൾ അവര് വന്നു, വലിയൊരു മുരുക പൂജ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്നാനത്തിന് പോയി. അപ്പോൾ 750ഓളം പേര് നമ്മുടെ ടെന്റിലുണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാർ സ്ഥലം കിട്ടാതെ പുറത്ത് താമസിച്ച ആൾക്കാരുണ്ട്, ഒരു 300-400 പേര്. ഒരു 1000-200 പേര് വരിയായിട്ട് തമിഴ് പാട്ട് വെച്ച് മുരുകാന്റെ വിഗ്രഹവും ഫോട്ടോ ഒക്കെ വെച്ച് സ്നാനം ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുംഭമേളയിൽ ഞങ്ങൾ പോയി. എല്ലാവരും ഞങ്ങൾ 7 സെക്ടറാ, 7ാമത്തെ സെക്ടറിലാണ് ഞങ്ങളുടെ. എല്ലാവരും വന്ന് പുറത്തു നിന്നിട്ട് ഞങ്ങളുടെ ഇത് നോക്കി. കാരണം എല്ലാവരും ടെന്റിന്റെ ഉള്ളിൽ നടക്കണല്ലോ. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആ സ്നാനത്തിന് തേരൊക്കെ ആയി പാട്ട്, അതും തമിഴ് പാട്ടാണ് ഫുള്ള് വെച്ച് പോയതിന്റെ എല്ലാവരും വന്നിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതത്തോടെ നോക്കിയിരുന്നു. അത് മാത്രമല്ല, അതിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥര് അവര്, പക്ഷെ നമ്മുടെ ടെന്റ് പേര് അസ്താഗുരുക്കല് മധ്യപ്രദേശ. അവർ തമിഴ് പാട്ട് വെച്ചൊരു ടീം ഇങ്ങനെ ചെയ്തു എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവര് നോക്കുമ്പോൾ 7 സെക്ടറിൽ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ആശ്രമം ഉണ്ടായിരുന്നു. അവരടുത്ത് പോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഗംഭീരമായിട്ട് പരിപാടി നടത്തിയ കാര്യം അറിഞ്ഞു എന്ന് പറഞ്ഞ അഭിനന്ദനം കൊടുത്തു. അവര് പറഞ്ഞു, ഞങ്ങളല്ല വേറെ ടീമാന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിളിച്ചു. ആ സ്വാമി എന്നെ അറിയും, എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു അഭിനന്ദനം ഞങ്ങൾക്ക് കിട്ടി, കൈമാറുന്നു പറഞ്ഞു. ആ ഒരു എല്ലാമാർക്കും ഒരു പ്രസൻസ് ഗംഭീരമായിട്ട് ഭഗവാൻ സഹായിച്ചിട്ട്. അല്ല, എലമാർക്കയുടെ പ്രസൻസ് മാത്രമല്ല, നമ്മളൊരു വലിയ ആത്മീയ ഉണർവിലേക്ക് ഭാരതം മാറുകയാണ്. അപ്പോൾ അതിന് കേരളത്തിൽ അതിൻ്റെ ഒരു നിയോഗം, സൗത്ത് ഇന്ത്യയിൽ അതിൻ്റെ ഒരു നിയോഗവും അതിൻ്റെ ഒരു വ്യൂഹമായി. നമ്മൾ സേനാനായകനാണല്ലോ, മുരുകൻ്റെ സേനാനായകൻ അങ്ങാണ്. മുരുക ഭഗവാൻ തന്നെ ദേവസേനയുടെ അധിപതിയാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു പടയോട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തമിഴിനെ കൊണ്ട് പാർലമെന്റിൽ സ്ഥാപിച്ചു, ചെങ്കോലിൽ സ്ഥാപിച്ചു. അങ്ങനെ രാമനാഥപുരത്ത് നിന്ന് മോദിജി ആരംഭിച്ച ഒരു തമിഴ് യാത്രയുണ്ട്. ഇനിയും തമിഴ്നാട്ടിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നു. അപ്പോൾ തമിഴിൻ്റെ ഒരു പ്രഭാവം, തമിഴെന്ന് പറഞ്ഞാൽ മോദി പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷയാണ് തമിഴ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭാഷകളുടെ വേണമെങ്കിൽ അമ്മയാണ് തമിഴെന്ന് പറയാം. അപ്പോൾ തമിഴെന്ന് നമ്മുടെയൊക്കെ മലയാളവും തമിഴിൽ നിന്ന് വന്നതാണ്. മലയാളത്തിൻ്റെ സ്വയം ഉണ്ടായി വന്നത് തമിഴിൻ്റെ ഒരു വകഭേദമാണ് മലയാളം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയും പറയാം. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ മൂർത്തിയാണ് ഭഗവാൻ മുരുകൻ. അപ്പോൾ മുരുകൻ്റെ ഒരു സന്ദേശം ലോകത്തിലേക്ക് പകർന്ന് വീണ്ടും കൊടുക്കുന്ന ഒരു ദൗത്യമാണ് എല്ലമാർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സംഗമം നടക്കുമ്പോൾ
എല്ലന്മാർക്കേ ഇല്ലാതെ എന്ത് സംഗമം, മോഹൻലാൽ ചോദിക്കുന്നത് പോലെ നിങ്ങളില്ലാതെ എന്ത് ആഘോഷം. അതെ, ഇതില് കൊമ്മോളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശങ്കരാചാര്യന്റെ കാര്യം പറയും. അദ്ദേഹമാണ് ഇത് ചിട്ടവട്ടം ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് വിഷയം വെച്ച് നോക്ക്, ഭാരതത്തിൽ എത്രയോ ഒരു ആത്മീയ പരമ്പരകളുണ്ട്, പല ടൈപ്പുകളുണ്ട്. ഇപ്പൊ വേദം പഠിച്ചിട്ട് നമുക്ക് യാഗങ്ങൾ നടത്തിയ ആത്മീയത, അഘോരി സിദ്ധർ എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്, അവധൂതർ സിദ്ധർമാരുണ്ട്, കൗളശാസ്ത്രമുണ്ട്. ഇങ്ങനെ എത്രയോ വകഭേദങ്ങൾ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ കൈവഴികളായിട്ടുണ്ട്. ആ കൈവഴികളെ ഒരുമിച്ചൊരു സ്ഥലത്ത് കൂട്ടിച്ചേർത്ത് അതിൻ്റെ ഡിസ്കഷൻ നടന്ന് അതിനൊരു വികാസം പ്രാപിക്കാൻ വേണ്ടി ഒരു മാസം അദ്ദേഹം തെരഞ്ഞെടുത്ത് അതിനൊരു ചിട്ടവട്ടങ്ങൾ വെച്ച അദ്ദേഹത്തിന് വിഷൻ നമ്മൾ ഭയങ്കരമായിട്ട് അത്ഭുതത്തോടെ നോക്കി കാണേണ്ടതാണ്. അദ്ദേഹം തുടങ്ങി വെച്ചത് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞ് ശക്തിപ്പെട്ടിട്ടാണ് വരണത്, അതിനെ പവർ ചെയ്ത്. അപ്പൊ അദ്ദേഹത്തിനെ വണങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അതെ, കേരളത്തിൽ എത്ര പേര് ചെയ്തു എന്നറിയില്ല. നമ്മള് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് പോയിട്ട് അദ്ദേഹത്തിനെ വണങ്ങിയിട്ടാണ് അവിടെ പോയത്. കാരണം അവിടുന്ന് അദ്ദേഹത്തിനാണല്ലോ പോകേണ്ടത്. എത്ര പേര് അത് ചെയ്തു എന്നറിയില്ല, പക്ഷെ ഞങ്ങൾ അത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക്. അല്ല, നമ്മളത് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാത്തവർക്ക് ഓർമ്മിക്കാമായിരുന്നു. ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ആചാര്യസ്വാമികളെ മനസ്സാലെങ്കിലും നമിച്ചിട്ട് പോകണം. എല്ലാവർക്കും അവിടെ പോയിട്ട് പോകാൻ കഴിഞ്ഞില്ല. അതെ, അതെങ്കിലും നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് നമ്മൾ നേരെ നന്നായി അതിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും. ഏതായാലും എല്ലന്മാർക്ക് ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഭക്തി എന്ന് പറഞ്ഞാൽ ആളുകൾ വല്ലാതെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മാത്രമല്ല നമുക്ക് തുറന്ന് സമ്മതിക്കാതെയും തരവില്ല, ഏറ്റവും കൂടുതൽ ഒരു മാർക്കറ്റബിൾ കമ്മോഡിറ്റിയും കൂടിയാണ് ഭക്തി. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എല്ലന്മാർക്ക് അങ്ങയെ പരിചയപ്പെടാനും അങ്ങയുമായിട്ടുള്ള ഒരു സംഭാഷണം നടത്താനും ഭഗവാനോട് സമയം നിശ്ചയിച്ച്. ആദ്യം ഒരു ദിവസം രാജേഷ് എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ രാജേഷിനോട് സംസാരിക്കുന്നു പറഞ്ഞു. പിന്നെ ഈ രാജേഷിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചു. പക്ഷേ എൻ്റെ ഫോണിൽ ഒരു 200 രാജേഷുമാരുണ്ട്, ഏത് രാജേഷാണെന്ന് അറിയില്ല. പിന്നെ അങ്ങനെ വൈകിപ്പോയി. അത് കഴിഞ്ഞ് അങ്ങൊരിക്കൽ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇടുന്നു, അതും ഞാൻ കണ്ടു. പക്ഷേ ഞാനത് മറന്നുപോയി. ഞാൻ ഈ മെസ്സഞ്ചർ നോക്കാറുള്ള ആളല്ല. നമ്മുടെ രണ്ടുപേരുടെയും ഒരു കോമൺ ഫ്രണ്ടായിട്ടുള്ള നമ്മുടെ ബഹ്റിനിലെ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ, അദ്ദേഹവും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് യാത്രയൊക്കെ പോയിട്ടുണ്ടല്ലോ, ശ്രീലങ്കയിലൊക്കെ പോയിട്ടുണ്ട്. രഞ്ജിത്ത് എന്നോട് പറയുന്നു, ഇങ്ങനെ ഒരാളുണ്ട്, എന്താണ് ABC-യിൽ കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഞാൻ, ദൈവമേ, എൻ്റെ അടുത്ത് ഇത് കോൺടാക്റ്റൊക്കെ കിട്ടി എത്ര നാളായി എന്ന് കരുതി വീണ്ടും രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച് അങ്ങേ വിളിക്കുന്നത്. അപ്പോൾ അതിനും ഭഗവാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുംഭമേള വരുമ്പോൾ ഭഗവാൻ നിശ്ചയിച്ചു അവിടെ എല്ലന്മാർക്കേ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഭഗവാന്റെ കൊടി പഴനിയുടെ താഴെ പാറി പറക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഇന്ത്യയുടെ ഹൃദയഭൂമിയിലും ആ കൊടി പറക്കുന്നുണ്ട്. ഏതായാലും മുരുക ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലോകത്തിലുള്ള സകല ചരാചരങ്ങൾക്ക് ഉണ്ടാവാനും ഇന്ത്യയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും എല്ലന്മാർക്ക് കഴിയുന്നത്. അപ്പം ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഭക്തി ഒരു കച്ചവടമാണ്. ഞാൻ അങ്ങോട്ട് പറയുന്നതിൽ അങ്ങും തോന്നരുത്. ചില ആളുകൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ എല്ലന്മാർക്ക് ഈ രജിത് കുമാറിനെയൊക്കെ ഇത്ര പ്രൊമോട്ട് ചെയ്യുന്നത്, നിങ്ങളൊരാൾ ദൈവത്തെ ഉണ്ടാവുകയാണോ? ഞാനിപ്പോൾ നോക്കുമ്പോഴും അങ്ങൊരു ഡിസൈനർ ഷർട്ടിട്ടാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ മറുപടി, ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, നിങ്ങളുടെ ആശങ്ക ചിലപ്പോൾ ശരിയായിരിക്കാം, ജനുവിനായിട്ട് എനിക്ക് പറയാം, ഒരുപാട് ആൾ ദൈവത്തെ സൃഷ്ടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് എല്ലന്മാർക്ക് ഇപ്പോൾ. വേണമെങ്കിൽ അങ്ങേക്ക് കാഷായമൊക്കെ ധരിച്ച് ഒരാശ്രമം പഠനശാലയൊക്കെ കിട്ടിയിരുന്നാൽ വേണമെങ്കിൽ ഒരു കാണിക്ക വഞ്ചി സ്ഥാപിക്കാം. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. പക്ഷേ ഞാൻ ഈ പറയുന്നൊരു, അദ്ദേഹം എൻ്റെ മുന്നിൽ കാണുമ്പോൾ അദ്ദേഹം ഒരു ഡിസൈനർ ഷർട്ടിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഒരു സന്യാസിയായിട്ടല്ല, ഇപ്പോഴും ഒരു ലൗകികമായ ജീവിതം നയിക്കുകയും ഭഗവാൻ പറയുന്ന ചില കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യും. അല്ലാത്തപ്പോൾ അദ്ദേഹം KSEBയിൽ പോയി ജോലി ചെയ്യുന്നു, വീട്ടിൽ കാണിക്ക വഞ്ചി വെച്ചിട്ടില്ല, ആളുകളോട് പ്രാർത്ഥിക്കാൻ പണം ചോദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് അങ്ങനെയും ആത്മീയ പ്രവർത്തനം നടത്താമെന്നൊരു മാതൃകയുണ്ട്. ആ മാതൃക നിങ്ങൾ കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് പതുക്കെ അസൂയാലുക്കൾ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ അസൂയയ്ക്കും കഷണ്ടിക്കും വരുന്നില്ലല്ലോ. അല്ല, ഒരു 10,000 പേര് കൈയടിച്ച 10 പേര് കൂവും, അത് സ്വാഭാവികം. അത് മാത്രമല്ല അതല്ല ജി, അതിനകത്ത് പ്രശ്നം എന്നറിയോ, ഈ കേരളത്തിൽ ഒരു ആത്മീയ ഉണർവുണ്ടാവുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളുടെ എണ്ണം ചില്ലറയില്ല. കാരണം ഒരു എല്ലന്മാർക്ക് ഒരു പുതിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നു. മലയാളി, ഞാനെന്ന് പറഞ്ഞില്ലേ, അവിടെ പോയിട്ട് വരുമ്പോൾ തമിഴ്നാട് പഴനിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വഴിയിൽ കാണുന്ന കാറുകൾ മുഴുവൻ കേരള വണ്ടികളായിരുന്നു. നമ്മുടെ പ്രോഗ്രാം കഴിയുക, നമ്മുടെ ഹോമം കഴിഞ്ഞ് വരുമ്പോൾ അത് ആളുകളെ അത്ഭുതപ്പെടുന്നുണ്ട്, ആളുകളെ അസൂയപ്പെടുത്തുന്നുണ്ട്. ഒരു പുതിയ ഭക്തിയുടെ ഉണർവ്. ഞാൻ അതുപോലെ നമ്മുടെ പരിപാടി കഴിഞ്ഞപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളോട് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം അവിടെ ഇരിക്കുന്നതിൽ നല്ല ശതമാനം ഒരു ബിറ്റ്വീൻ 20 and 35 ഏജ് കാറ്റഗറിയിലുള്ളവരാണ്. പിന്നെ ഒരുപാട് സ്ത്രീകളെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി, കേരളത്തിൽ
സനാതനധർമ്മം ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന ആളുകളുള്ള കാലത്ത് ഇതിൻ്റെ കൊടിക്കൂറ പിടിക്കാൻ ഈ ധർമ്മത്തിൻ്റെ പതാകവാഹകരാകാനായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു വലിയ നിരയുണ്ട്. അതിനകത്ത് ഞാൻ അപ്പോൾ അഖിൽ എന്താണെന്ന് തോന്നുന്നു അല്ലേ, ക്വാണ്ടം ഫിസിക്സ് പഠിക്കുന്ന അഖിലിനെ പോലെയുള്ള ആൾ, നമ്മുടെ ദിവ്യ IT കമ്പനി നടത്തുന്ന ദിവ്യ, ഇവരുടെയൊക്കെ പേര് നമ്മൾ എപ്പോഴും പറയുന്നത് അവർ ഈ പറഞ്ഞ പോലെ വെറും അന്ധവിശ്വാസികളൊന്നുമില്ല. അവർ കരിയർ വൈസ് പ്രൊഫഷൻ വൈസ് ഏറ്റവും മോസ്റ്റ് മോഡേണായി നിൽക്കുന്ന ആളുകൾ വരെ ഈ വിശ്വാസധാരയിലുണ്ട്. അപ്പോൾ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഇത് സനാതനം ഒരിക്കലും നശിക്കാത്തതാണ്. അല്ല, അത് തന്നെയാണ് എൻ്റെയും. രണ്ട് കാര്യമുള്ളത്. ഒന്ന്, മുരുകഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യുക ഭാരതത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ ദേശീയതയായിട്ട് അതെ കണക്റ്റഡ്. അങ്ങനെയാണ് ഭഗവാൻ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് അവർക്ക് അറിയാവുന്ന ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. വലിയ വലിയ ഡയലോഗുകളൊന്നും പറയാണ്ട് സിമ്പിളായിട്ട് ഡയറക്റ്റ് സംസ്കൃത ശ്ലോകം ചൊല്ലുന്നില്ല, വ്യാഖ്യാനങ്ങൾ പറയുന്നില്ല, വേദാന്തം പറയുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് അവർക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ സംസാരിക്കണം. അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർക്ക് നമ്മളതിലൊരു വിശ്വാസവും ഒരു സ്നേഹവും ഉണ്ട്. അവരുടെ സിരകളിൽ ലഹരിക്ക് പകരം ദേശസ്നേഹത്തിന്റെ ലഹരി കുത്തിവെക്കാൻ എനിക്ക് പറ്റിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ സാർത്ഥഭാഗ സംഘം പൊയ്ക്കൊണ്ടിരിക്കും, നായ്ക്കൾ കുറയ്ക്കും, എല്ലന്മാർക്കയുടെ കൊടി ഉയർന്നു നിൽക്കും. കാരണം അതിൻ്റെ കൊടിയിലുള്ളത് ഭഗവാന്റെ വേലാണ്. അതെ. അപ്പോൾ ഏതായാലും നമ്മുടെ സംഭാഷണം നമ്മൾ പുനരാരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒപ്പം ഉണ്ടാവുക. അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത രജിജിക്കുള്ള ചില പുതിയ അനുഭവങ്ങൾ, ചില സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു ആമുഖമായി കരുതുക. ഇതിനകത്ത് നമ്മൾ അത്ര വലിയ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. ഒരു പൈലറ്റ് എപ്പിസോഡാണ്. അടുത്ത എപ്പിസോഡുകൾ നമ്മൾ ഇന്നും നാളെയുമായിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. നിർബന്ധമായും കാണണം, ഒന്നുപോലും വിടാതെ കാണണം. ഭഗവാന്റെ മുരുകൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.